എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ്സിൽ കൊമേഴ്സ് സിലബസിലെ മൂന്നാമത്തെ മൊഡ്യൂളായ ഫൈനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റിലെ സെബി അഥവാ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യം എന്താണ് സെബി എന്നുള്ളത് നോക്കാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതിന്റെ ചുരുക്കപ്പേരാണ് സെബി. എന്തിനു വേണ്ടിയിട്ടാണ് സെബി സെറ്റപ്പ് ചെയ്തത്? സെബി ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡി റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലുള്ള സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ, സെക്യൂരിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനീസിന്റെ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ കേട്ടോ. അപ്പൊ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റും സൂപ്പർവൈസും ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയാണ് സെബി. സെബിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം. രണ്ടാമത്തത് പ്രൊമോട്ടിംഗ് ഫെയർ പ്രാക്ടീസസ് ആൻഡ് ട്രാൻസ്പാരൻസി ഇൻ ദ മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റില് ന്യായമായിട്ടുള്ള രീതികൾ പ്രൊമോട്ട് ചെയ്യാം. അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റില് സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ളതും ഈ സെബിയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇനി സെബിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. 1988 സെബി സെറ്റപ്പ് ചെയ്തത്. സെറ്റപ്പ് ചെയ്തപ്പോൾ ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. അപ്പൊ എന്താണ് ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി? അതായത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള അതോറിറ്റി ഇല്ലാത്ത ഗവൺമെന്റ് ഓർഗനൈസേഷനെയാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 1988 സെബി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് സെറ്റപ്പ് ചെയ്തു. സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തൊരു പീരീഡും കൂടി ഓർത്തിരിക്കാൻ. 1992 സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറി. അപ്പൊ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി? അതായത് സ്വന്തമായിട്ട് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഡിസിഷൻ എടുക്കാനും പവർ ഉള്ള ഗവൺമെന്റ് ഓർഗനൈസേഷനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. അപ്പൊ 1992 സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി. അതേപോലെ ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സെബി ആക്ട്. സെബി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് സെറ്റപ്പ് ചെയ്തതും 1992 കേട്ടോ. ഇത് ഓർത്തിരിക്കുന്നത്. ഇനി സെബിയുടെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ്? ഫോംഡ് ടു പ്രൊട്ടക്ട് ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എൻഷുർ ഫെയർ പ്രാക്ടീസസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഫെയർ പ്രാക്ടീസസ് ഉറപ്പുവരുത്താം, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു സെബിയുടെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. അടുത്ത് നോക്കൂ, ഗിവൺ അതോറിറ്റി ടു മേക്ക് റൂൾസ്, കണ്ടക്ട് ഇൻസ്പെക്ഷൻ ആൻഡ് ടേക്ക് ലീഗൽ ആക്ഷൻസ്. അതായത് ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടാക്കാനുള്ള പവർ സെബിക്കായിരുന്നു. അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യാം, ലീഗൽ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതൊക്കെ ഇവരുടെ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ദെൻ അടുത്ത പോയിന്റ് നോക്കൂ. ഓവർ ദ ഇയേഴ്സ് സെബി ഇൻട്രൊഡ്യൂസ്ഡ് റിഫോംസ് ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി, മോഡേണൈസേഷൻ ആൻഡ് മാർക്കറ്റ് ഡെവലപ്മെന്റ്. അതായത് സെബി എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം സെബി ഒരുപാട് റിഫോംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ട്രാൻസ്പാരൻസി, അതായത് സുതാര്യത പ്രൊമോട്ട് ചെയ്യാം, അതേപോലെ തന്നെ മോഡേണൈസേഷനിലേക്ക് നയിക്കാം, മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ സെബിയെ കുറിച്ച് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഇനി സെബിയുടെ പ്രധാനപ്പെട്ട റോൾ ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്ന് പ്രൊട്ടക്ടിങ് ഇൻവെസ്റ്റേഴ്സ് ആണ് അല്ലെ. അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, അവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ കേട്ടോ. രണ്ടാമത്തത് റെഗുലേറ്റിംഗ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആണ്. സെബി മേക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ദ സ്മൂത്ത് ആൻഡ് ഫെയർ ഫംഗ്ഷനിങ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബ്രോക്കേഴ്സ്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് അതർ പാർട്ടിസിപ്പൻസ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ മേക്ക് ചെയ്യുന്നത് സെബി ആണ് അല്ലെ. അപ്പൊ ഈ റൂൾസ് ആൻഡ് റെഗുലേഷന്റെ ബേസിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്മൂത്ത് ആയിട്ടും ഫെയർ ആയിട്ടും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. മൂന്നാമത്തത് പ്രൊമോട്ടിംഗ് ഫെയർ പ്രാക്ടീസസ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നടക്കാൻ സാധ്യതയുള്ള ഫ്രോഡ്, ഇൻസൈഡർ ട്രേഡിംഗ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതും സെബിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ദെൻ അടുത്ത നോക്കൂ, ഡെവലപ്പിംഗ് ദ മാർക്കറ്റ്. സെബി പ്രൊമോട്ട് ഇന്നോവേഷൻ ആൻഡ് മോഡേണൈസേഷൻ ഇൻ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇന്നോവേഷനും മോഡേണൈസേഷനും പ്രൊമോട്ട് ചെയ്യാം, സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. then അടുത്തത് എൻഷുറിംഗ് ട്രാൻസ്പാരൻസി. സെബി എൻഷുർസ് ദാറ്റ് കമ്പനീസ് പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് ടൈംലി ഇൻഫർമേഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഇന്ത്യയിലുള്ള സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ കമ്പനീസും ഫെയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇത് എൻഷുർ ചെയ്യുക, ഇത് ഉറപ്പുവരുത്തുക എന്നുള്ളതും സെബിയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പം ട്രാൻസ്പാരൻസി, അതായത് സുതാര്യത എൻഷുർ ചെയ്യുക എന്നുള്ളത് സെബിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് മോണിറ്ററിംഗ്
takeovers and mergers. It regulates mergers, acquisition, and corporate takeovers to protect shareholders' interest. അതായത് നമ്മൾ ഇന്ത്യയിലുള്ള കമ്പനീസ് ഒക്കെ ചില സമയത്ത് മെർജ് ചെയ്യാറുണ്ട്. അതായത് രണ്ട് കമ്പനീസ് ഒരുമിച്ച് ചേരാറുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മേജേഴ്സും ടേക്ക് ഓവേഴ്സും ഒക്കെ മോണിറ്റർ ചെയ്യാന്നുള്ളതും സെബിയുടെ ഫംഗ്ഷനിൽ വരുന്നതാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണേ. മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് എഡ്യൂക്കേറ്റിംഗ് ഇൻവെസ്റ്റേഴ്സ്. സെബി ഓർഗനൈസേഴ്സ് പ്രോഗ്രാംസ് ആൻഡ് സ്പ്രെഡ് അവയർനെസ് ടു ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ. അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് സെബിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ സെബി ഓർഗനൈസ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത നോക്കൂ. ഇവിടെ ഇനി നമ്മൾ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് വാസ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് സെബി? ഓപ്ഷൻ എ, ടു പ്രൊമോട്ട് അഗ്രികൾച്ചർ. ഓപ്ഷൻ ബി, ടു പ്രൊമോട്ട് ഇൻഷുറൻസ് സെക്ടർ. ഓപ്ഷൻ സി, ടു പ്രൊട്ടക്ട് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എൻഷുർ ഫെയർ പ്രാക്ടീസസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഓപ്ഷൻ ഡി, ടു മാനേജ് കൺട്രീസ് ബാങ്കിങ് സിസ്റ്റം. അപ്പൊ സെബി ഫോം ചെയ്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണ്? അതായത് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ടു പ്രൊട്ടക്ട് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എൻഷുർ ഫെയർ പ്രാക്ടീസസ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. അടുത്ത നോക്കൂ. സെബി ബിക്കം എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇൻ വിച്ച് ഇയർ? 1990, 1991, 1992, 1995. ഏതാണ്? 1992 ആണ് അല്ലെ. അപ്പൊ രണ്ട് പീരീഡ് ആണ് സെബിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മയിൽ വരേണ്ടത്. 1988ഉം 1992. സെബി ഫോം ചെയ്തത് 1988ലാണ്. എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയത് 1992ലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത നോക്കൂ. സെബീസ് പ്രൊട്ടക്റ്റീവ് റോൾ ഇൻക്ലൂഡ് regulating mutual fund, prohibiting fraudulent trade practices. Option C, approving new stock exchanges. Option D, conducting monetary policy. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. അതായത് ഫ്രോഡുലന്റ് ആയിട്ടുള്ള ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ള ട്രേഡ് പ്രാക്ടീസസിനെ പ്രൊഹിബിറ്റ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് സെബിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് റോൾ. ഇതിനടുത്ത് നോക്കൂ. വിച്ച് ആക്ട് പ്രൊവൈഡ് ലീഗൽ അതോറിറ്റി ടു സെബി? കമ്പനീസ് ആക്ട് 2013, സെബി ആക്ട് 1992, RBI ആക്ട് 1934, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956. അപ്പൊ സെബിയുടെ അതോറിറ്റി ഒക്കെ പറയുന്ന ആക്ട് ഏതാണ്? സെബി ആക്ട് 1992 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിനെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ കൂടുതലും ഫ്രീ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കുറച്ച് ദിവസങ്ങളാണ് എക്സാമിനുള്ളത്. അതുകൊണ്ട് എല്ലാവരും പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ വെച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, താങ്ക് യു.